വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ഇന്നലെയാണ് ആശ്വാസകരമായ ഒരു കാര്യമുണ്ടായത്. ആ ആശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായ ആശ്വാസമല്ല, അതേസമയം ഒരു അർത്ഥ ആശ്വാസം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് യമനിൽ അങ്ങേയറ്റം വൈകാരികമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ നിന്നുണ്ടാവുന്നത്. ആശാസ്യകരമായ കാര്യമല്ല അത്. ഒപ്പം ക്രെഡിറ്റ് ആർക്ക് എന്ന തർക്കം ഉണ്ടാവുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താകും? ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടപെട്ടതുകൊണ്ട് പുള്ളി അങ്ങനെ ഹീറോ ആവണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കുമോ ഇതിന് പിറകിൽ? അഭിലാഷ്, തീർച്ചയായും മാതൃഭൂമി TV-യിലൂടെ ആദ്യം തന്നെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഒരു അഭ്യർത്ഥന നടത്താനുള്ളത്, എല്ലാ മലയാളികളോടും ലോകത്തെമ്പാടുമുള്ള മലയാളികളോടും അഭ്യർത്ഥന നടത്താനുള്ളത്, നേരത്തെ ശ്രീ ചാണ്ടിയുമ്മൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രചരണങ്ങൾ, നിമിഷയുടെ ജീവനെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഞങ്ങൾ യമനിലെ ജനങ്ങളോടും അവിടുത്തെ ഗോത്ര തലവന്മാരോടും ആ കുടുംബത്തോടും മാപ്പ് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിമിഷ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ തുറന്ന മനസ്സോടുകൂടി ഞങ്ങൾ മാപ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരിക്കലും നിമിഷ കുറ്റം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു ആളല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു സാഹചര്യത്തിൽ നിമിഷയ്ക്ക് അത്തരം ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമാകേണ്ടി വന്നു. ആ കുറ്റകൃത്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനോട് ഞങ്ങൾ വളരെ തുറന്ന മനസ്സോടുകൂടി ഞങ്ങൾ ആ കുടുംബത്തോടും ആ സമൂഹത്തോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ അവർക്ക് ആവശ്യമായ ദയാന്തനം നൽകാൻ സന്നദ്ധമാണ് എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ്. ഇതാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെയും ഇതിനകത്ത് ഇടപെടുന്ന എല്ലാവരുടെയും സമീപനം. ആ സമീപനത്തിൽ തന്നെ ആയിരിക്കണം എല്ലാ മലയാളികളുടെയും നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ളത് എന്നുള്ള അഭ്യർത്ഥനയുണ്ട്. ഞങ്ങൾ രണ്ട് തരത്തിലുള്ള ചലഞ്ചുകളാണ് ഇതിനകത്ത് നേരിടുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി വളരെ പോസിറ്റീവായി പോയിക്കൊണ്ടിരുന്ന ഒരു ചർച്ചയെ ഡീറെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ 2 തരത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഉൾപ്പെടെയുള്ള കമൻറ്റ് പോസ്റ്റുകൾക്ക് താഴെ പോയി അറബിയിൽ പോലും കമൻറ്റ് ചെയ്യുന്ന സാഹചര്യം, അത് അവർക്ക് മനസ്സിലാകണമെന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി നേരത്തെ അഭിലാഷ് തന്നെ സൂചിപ്പിച്ചതുപോലെ അവർക്കറിയുന്ന ഭാഷയിൽ പോയി കമൻറ്റ് ചെയ്യുക, അത് ഒരു തരത്തിലുള്ള ചലഞ്ച്. 2, ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള ആളുകളെയും അദ്ദേഹത്തിൻ്റെ കൗണ്ടർ പാർട്ടായി അപ്പുറത്ത് നിൽക്കുന്ന യമനിൽ നിൽക്കുന്ന പ്രമുഖ സൂഫി വര്യന്മാരെയും ഒക്കെ അപമാനിക്കുന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ ഇന്നലെ ഈ ഉത്തരവ് വന്നതിന് ശേഷം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇതിൻ്റെ ക്രെഡിറ്റിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ആ ചർച്ചകളെ മുന്നോട്ട് നയിച്ച് നമുക്കൊരു ഒരു ഇടക്കാല ഉത്തരവ് വാങ്ങിത്തരാൻ വേണ്ടി ലഭ്യമാക്കാൻ വേണ്ടി ഇടപെട്ട ആളുകളെ മോശമായ രീതിയിൽ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കുന്ന രീതിയിലുള്ള ചർച്ചകൾ വരുമ്പോൾ അവരുടെ അനുയായികൾ, ആ സുഫി വര്യൻ്റെയൊക്കെ അനുയായികൾ, ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അവർ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അപമാനം സഹിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ നമ്മൾ ഇടപെടുന്നത്? അവരുടെ രാജ്യത്തെ ഒരു പൗരൻ കൊല്ലപ്പെട്ട് ആ പ്രശ്നത്തിൽ ആ കുടുംബത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവരെ ഇടപെടുന്ന സമയത്ത് അവരെ അപമാനിക്കാൻ വേണ്ടി നമ്മുടെ സമൂഹം തയ്യാറാകുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് അവരുടെ അനുയായികൾ ചോദിക്കുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഇന്നൊരു പത്രപ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ തന്നെ വൈകിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എല്ലാ മാധ്യമങ്ങളോടും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ ഈ ചാനലുകൾക്കകത്ത് നിങ്ങൾ എന്റർടൈൻ ചെയ്യരുത്. കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിൽ ഈ സങ്കുചിതമായ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവളെ ദയവായി എന്റർടൈൻ ചെയ്തത്. ആർക്ക് വേണമെങ്കിലും ആരാണോ അതിന്റെ ക്രെഡിറ്റ് എടുക്കേണ്ടത് ഞങ്ങൾ തന്നെ പറഞ്ഞോളാം. നിങ്ങളെ പേര് എഴുതി തന്നാൽ, ലിസ്റ്റ് എഴുതി തന്നാൽ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഞങ്ങൾ തന്നെ പറഞ്ഞോളാം ഇന്ന ആളുകളാണ് ഇത് നടത്തിയത് എന്ന് ഞങ്ങൾ പറഞ്ഞോളാം. അതായത് കാന്തപുരം ഉസ്താദിനും മർക്കസിനും അത്തരം ഒരു ക്രെഡിറ്റ് വേണ്ട എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്കും അത്തരം ഒരു ക്രെഡിറ്റ് വേണ്ട. ആർക്കാണ് വേണ്ടത് എന്നാൽ അത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞോളാം. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ഈ ചർച്ചകളെ ഡീറെയിൽ ചെയ്യുന്നതാണ്, ചർച്ചകളെ വളരെ ദോഷകരമായി ബാധിക്കുന്നതാണ്. നമ്മളെ സഹായിക്കാൻ തയ്യാറായി വന്നിരിക്കുന്ന ആളുകളെ മാനസികമായി തളർത്തുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളും ഇടപെടലുകളുമാണ് നടത്തുന്നത്. അത് ഉണ്ടാകരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായി ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്.